ഞങ്ങളീ പോണത് എവിടേക്കാണെന്ന് ഒരു ഏകദേശ ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇന്ന് ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഈ കായലോരത്തെ സൺസെറ്റ് കാണുന്നതും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സൂര്യരശ്മികൾ അടിച്ച് ഓളം വെട്ടുന്ന കായൽ തീരവും പിന്നെ കായൽ കാറ്റും ഒക്കെ ഒരു പ്രത്യേക വൈബാണ്. ഒരു 8 മണിക്ക് വരെയൊക്കെ രാവിലെ ഇവിടെ വലിയ കുഴപ്പമുണ്ടാവും. നടക്കാൻ പോവാൻ നല്ല സ്ഥലം. രാവിലെ നടക്കാൻ പോവാൻ നല്ല സ്ഥലം. ഈ പ്രളയം വന്നപ്പോഴേക്ക് ഇവിടുത്തെ അവസ്ഥ തന്നെ ആയിരിക്കും. ഇവിടെ ഒന്നും വെള്ളം പൊങ്ങില്ല. ഇല്ലേ? ഈ ലെവല് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം കടലുമായിട്ട് കണക്റ്റഡ് അല്ലേ. ആയതുകൊണ്ട് വെള്ളം അങ്ങനെ പോകും. കൂടുതൽ വരുന്ന വെള്ളം അപ്പോഴേ കടലിലേക്ക് പോകും. ഓ, ഇവിടെ അപ്പൊ വെള്ളം കേറില്ല അല്ലേ? ഈ ലെവല് തന്നെ അവര് മെയിൻറ്റെയിൻ ചെയ്യും. എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കൂലേ വെള്ളം? വെള്ളം ഒഴുകി പോവും. കൂടുതൽ വരുന്ന വെള്ളം ഒഴുകി കടലിലേക്ക് പോവും. ഇല്ലേ ബോട്ട് തിരിച്ചെടുക്കണം, അത് വേണേ എടുക്കാം. ഇല്ലേ അവിടെ. അപ്പോൾ സൺസെറ്റിന് മുമ്പ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഇതൊരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഒന്ന് ഉച്ചയ്ക്ക് 1:30 ശേഷം വരുന്നതായിരിക്കും. വന്നതിന് ശേഷം ഈ വീഡിയോയുടെ ടൈറ്റിൽ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാൻ മറക്കല്ലേ കേട്ടോ. ഒത്തിരി മനോഹരമായ വൈബ് സമ്മാനിക്കുന്ന ഒരു വീഡിയോ ആണ്. ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചു തരാവേ. ഞാനും ഇപ്പം എവിടെ ഇരുന്ന കഴിക്കണം. നല്ലാട്ടോ, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ ഫോമിലുള്ള പടം എടുക്കാം.